ഒരു പൗരൻ എന്ന നിലക്ക് മുഖ്യമന്ത്രിനെ കുറിച്ച് നമുക്കൊരു അഭിപ്രായമില്ല. മാസപ്പടിയുടെ ആളല്ലേ. നല്ല ഭരണം കാഴ്ചവെക്കുന്ന നമ്മുടെ കേരളത്തിന്റെ പ്രധാനമന്ത്രിക്ക് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ. നമ്മളെ ഹാപ്പി അല്ലല്ലോ, ആദ്യം ജനങ്ങളെ ഹാപ്പി ആവട്ടെ, എന്നിട്ട് ബർത്ത്ഡേ ഒക്കെ ആശംസിക്കാം. സകല ഇതിനും നികുതി ഈടാക്കണം. മനുഷ്യന്റെ ഒരു ഭൂമിയിൽ വെറുതെ നിൽക്കണവരെ കാശ് മേടിക്കണം. പിന്നെ ഇതിൽ കൂടുതൽ എന്തൊട്ട് ജീവിത നിലവാരം നമ്മുടെ കാശെല്ലാം മേടിച്ചെടുത്തിട്ട് അവർ തൂക്കിച്ച് ജീവിക്കുന്നു. അവർക്ക് എന്തൊട്ടിനാ വേണ്ട? എനിക്ക് മുഖ്യമന്ത്രിക്ക് വിഷയം പറ്റില്ല. എനിക്ക് എനിക്ക് ഇച്ചിരി പരാതിയുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞു? ഹാപ്പി ബർത്ത്ഡേ വെച്ചാ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. പുള്ളി ഇപ്പൊ കാണിക്കുന്ന ഷോക്കാണ്. ഇതിനു മുമ്പ് അങ്ങനെ ആരും വന്ന് ചോദിച്ചിട്ടില്ലല്ലോ മുഖ്യമന്ത്രിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഇത്ര ആഘോഷിക്കാൻ എന്നിട്ടുള്ള. ബർത്ത്ഡേക്ക് എന്താ പറയാനുള്ളത്? ബർത്ത്ഡേക്ക് ഒന്നും പറയാനല്ല, ബർത്ത്ഡേ ആഘോഷിക്കട്ടെ, അല്ലാണ്ട് നമ്മളെന്ത് പറയാനാ. ഹാപ്പി ബർത്ത്ഡേ ടു യു സഖാവേ. ആദ്യം മുഖ്യമന്ത്രി നന്നാവട്ടെ, എന്നിട്ട് ജനങ്ങളെ നോക്കാം, അല്ലാണ്ട് വേറൊന്നും പറയാനല്ല. ഇനി ബർത്ത്ഡേക്ക് എന്താ പറയാനുള്ളത്? ബർത്ത്ഡേക്ക് ഒന്നും പറയാനല്ല, ബർത്ത്ഡേ ആഘോഷിക്കട്ടെ, അല്ലാണ്ട് നമ്മളെന്ത് പറയാനാ. സാധാരണഗതിയിലൊന്നും ബർത്ത്ഡേ ആഘോഷിച്ച് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ എന്താണ് അദ്ദേഹത്തിനുള്ള മാറ്റം എന്നറിയാമല്ലോ. കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷ പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പുതിയൊരു മാറ്റം അദ്ദേഹത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ നാടിന്റെ ഒരു വിശ്വാസമായ രീതിയിലേക്ക് ആചാരത്തോടൊക്കെ ചേർന്ന് പോകാൻ അത്ര താല്പര്യം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അഭിനന്ദിക്കുന്നു. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മുടെ പിണറായി സഖാവിന് ഇനി ഒരു 5 കൊല്ലം കൂടി ഈ കേരളം ഭരിക്കാനായിട്ട് ആശംസ ഞാൻ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു സഖാവേ. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നല്ല മഴയാണ്. അപ്പൊ ഈ മഴയത്ത് നമ്മുടെ കൊച്ചി നഗരം മൊത്തം മുങ്ങിയിരിക്കാം. മുങ്ങിയിരിക്കുകയാണ്. മത്സ്യങ്ങൾ ചത്തു മുങ്ങിയിരിക്കാം. അപ്പോ മുഖ്യമന്ത്രിയുടെ വകുപ്പുകളാണ് ഈ പറയുന്ന പൊല്യൂഷൻ വകുപ്പ്. എന്താണ് പറയാനുള്ളത്? അത് പുള്ളി അത് ഇടപെട്ട് അതിന്റെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതുവരെ അദ്ദേഹം അതിന് പ്രതികരിച്ചിട്ടില്ല. പ്രതികരിക്കും. എന്നത്തേക്കാണ് പ്രതികരിക്കാൻ പോകുന്നത്? അടുത്ത് തന്നെ ഉണ്ടാവും. അത് അടുത്ത് തന്നെ ഉണ്ടാവും. അതിനുള്ള ആലോചനയൊക്കെ നടക്കേണ്ടതുണ്ട്. സഖാവിന്റെ ഭാഗത്തു നിന്നല്ല. അതൊക്കെ ഇത്രയും കാലം നല്ല ചങ്കോടുകൂടിയാണ് കേരളം ഭരിച്ചത്. നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഹാപ്പിയാണ്. ഇതിനു മുമ്പ് അങ്ങനെ ആരും വന്ന് ചോദിച്ചിട്ടില്ലല്ലോ മുഖ്യമന്ത്രിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഇത്ര ആഘോഷിക്കാൻ എന്നിട്ടുള്ള. സാധാരണ ഒരു വ്യക്തിത്വം അങ്ങനെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ബർത്ത്ഡേ ഇതേവരെ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുകയോ അല്ലെങ്കിൽ അത് ആഘോഷമായിട്ട് ഇപ്പം പത്രക്കാരും ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഉണ്ടാക്കി തീർക്കുന്ന ഒരു ഇടപാടാണ്. അല്ലാണ്ട് ഇതിലൊരു കാര്യമൊന്നുമില്ല. സാധാരണ ഒരു മനുഷ്യൻ അല്ലാണ്ട് അല്ല. മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലല്ലോ ഇത്. ഇപ്പൊ എന്താ ഞാനിപ്പോ ഇതിൽ കണ്ടു 78 വയസ്സിലോട്ട് പോകണം. ഇതിന് ഈ 77 വയസ്സിൽ ആരും ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഇത് തന്നെ ഒരു തട്ടിപ്പടപട എന്തെങ്കിലും ഒരു കൊനിഷ്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകളുടെ മുമ്പിൽ ഈ മൈക്കായിട്ട് മുഖ്യമന്ത്രിയുടെ ബർത്ത്ഡേ എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. അല്ലാണ്ട് അതിലൊന്നുമില്ല. അല്ല, എനിക്ക് സഖാവിനെ ഇഷ്ടമാണ്. ഞാൻ CPM കാരനാണ്. ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. 77 ബർത്ത്ഡേക്ക് ഒരു വിഷു പറഞ്ഞിട്ടില്ല. ഇതിന് മാത്രം എത്ര പ്രത്യേകത ഒന്നുമില്ല. എന്നാലും ആശംസകൾ. നല്ല ഭരണം കാഴ്ചവെക്കുന്ന നമ്മുടെ കേരളത്തിന്റെ പ്രധാനമന്ത്രിക്ക് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ. അദ്ദേഹത്തിനോട് പറയാൻ, അദ്ദേഹം ദീർഘകാലം നീണാൾ വാഴട്ടെ എന്നാണ് നമ്മൾ പറയാനുള്ളത്. നല്ലൊരു വ്യക്തിയാണ്, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിനൊരു വീക്കൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ പോകാൻ വേണ്ടി അങ്ങേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പറയാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും അദ്ദേഹത്തിൻ്റെ ആ ഒരു നന്മക്കും വേണ്ടി അദ്ദേഹത്തിനോട് ഒരു താല്പര്യവും ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ഇത് വെച്ച് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പറയാനുള്ളൂ. വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. സന്തോഷം. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താണ് മുഖ്യമന്ത്രിയുടെ ഭരണത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഒരു മണിക്കൂറായി ബസ് വന്നിട്ടില്ല. അത് മാത്രമേ ഷോക്കുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ വെച്ചാ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. പുള്ളി ഇപ്പൊ കാണിക്കുന്ന ഷോക്കാണ്. മുഖ്യമന്ത്രിയുടെ ഭരണത്തെ പറ്റിയിട്ട് താങ്കൾ സാറ്റിസ്ഫൈഡ് ആണ്? അല്ല, ഭയങ്കര മോശം അഭിപ്രായമാണ്. കുറെ തന്നെ എക്സാമ്പിൾ കുറെ ഉണ്ടല്ലോ. ഭയങ്കര മോശം അഭിപ്രായമാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന് ഹാപ്പി ബർത്ത്ഡേ.
നമുക്കൊന്നും പറയാനില്ല. ഹാപ്പി ബർത്ത്ഡേ പോലും പറയാനില്ല. ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ മുഖ്യമന്ത്രിക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമല്ലല്ലോ, നാട്ടുകാർക്ക് കൂടിയും വേണ്ടേ. നമ്മളെ ഹാപ്പി അല്ലല്ലോ, ആദ്യം ജനങ്ങളെ ഹാപ്പി ആവട്ടെ, എന്നിട്ട് ബർത്ത്ഡേ ഒക്കെ ആശംസിക്കാം. ഹാപ്പി അല്ലാതെ ഇവിടുത്തെ നിലവാരം കണ്ടില്ല, ജീവിത നിലവാരം തന്നെ മാറിയില്ലേ. സകല ഇതിനും നികുതി ഈടാക്കണ്, മനുഷ്യൻ്റെ ഒരു ഭൂമിയിൽ വെറുതെ നിൽക്കണവരെ കാശ് മേടിക്കണ്. പിന്നെ ഇതിൽ കൂടുതൽ എന്തൊട്ട് ജീവിത നിലവാരം, നമ്മുടെ കാശെല്ലാം മേടിച്ചെടുത്തിട്ട് അവർ തൂക്കിച്ച് ജീവിക്കുന്നു. അവർക്ക് എന്തൊട്ടിനാ വേണ്ടേ? എന്ത് നമ്മൾ ഹാപ്പി ആയിട്ട് വേണ്ടേ മുഖ്യമന്ത്രിയോട് ഹാപ്പി ആവാൻ പറയാനായിട്ട്? ആദ്യം ജനങ്ങൾ ഹാപ്പി ആവട്ടെ. മുഖ്യമന്ത്രിയുടെ ചുമതല എന്താ? ജനങ്ങളെ ഹാപ്പി ആക്കാന്നുള്ളതാണ്. ജനങ്ങൾ ഹാപ്പി ആവട്ടെ, അപ്പൊ ആശംസകളൊക്കെ വരും. മുഖ്യമന്ത്രി ഇതുപോലെ തന്നെ 100 ആയുസോടെ ജീവിച്ചിരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതുപോലെ നല്ല ഭരണം കാഴ്ചവെക്കണമെന്നും, അത്രയും നല്ല ഭരണമാണ് ഇപ്പോൾ കാഴ്ചവെക്കണം. സാധാരണക്കാർക്കും എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെച്ചില്ലേ. അതുകൊണ്ട് ഇതുപോലല്ലേ 100 ഇപ്പോൾ VS കണ്ട 100 കഴിഞ്ഞു. അതേപോലെ തന്നെ സഖാവ് പിണറായി വിജയനും അതേപോലെ തന്നെ നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൊച്ചിയിലാണല്ലോ, കൊച്ചിയിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ടുണ്ട്. വെള്ളക്കെട്ട് കാരണം പണ്ടുണ്ടായിരുന്ന പാടങ്ങൾ മുഴുവൻ നികത്തിയതാണ്. ആ നികത്തി വീട് വെച്ച സ്ഥലങ്ങളിലാണ് വെള്ളക്കെട്ട് വന്നേക്കണം. പണ്ട് ഇതുപോലെയുള്ള വെള്ളക്കെട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ പാടങ്ങളും എല്ലാ നീരൊഴുക്കുകളും തടസ്സപ്പെടുത്തിയിട്ട് വീട് വയ്ക്കുമ്പോൾ വെള്ളക്കെട്ടുകൾ സ്വാഭാവികമായി ഉണ്ടാകും. പിന്നെ ഒഴുകി പോകാനുള്ള ഇടങ്ങളെല്ലാം ഫ്ലാറ്റുകൾ വന്നേക്കണേണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വെള്ളക്കെട്ട് വരുന്നത്. എന്ന് വെച്ചിട്ട് ഒരു ഭരണാധികാരിക്ക് ഒരു പരിധിയുണ്ട് ചെയ്യാനായിട്ട്. എല്ലാം എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം വരും, ഉറപ്പായിട്ടും വരും. മത്സ്യങ്ങൾ ചത്തുപൊങ്ങണത് കൂടുതലും ഈ വ്യവസായ മേഖലകളിൽ കൂടുതലുള്ളത് കൊണ്ടിട്ടാണ്. പക്ഷെ അവിടെ നിന്ന് മലിനജലങ്ങൾ ഒഴുകുന്നതുകൊണ്ടാണ് ആ മത്സ്യങ്ങൾ അല്ല അതിന് മിണ്ടും. തീർച്ചയായിട്ടും അതിനൊരു തീരുമാനം ഉണ്ടാക്കും. ഉചിതമായ തീരുമാനം എടുക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഉറപ്പായിട്ടും നഷ്ടപരിഹാരം അത് എന്താന്ന് വെച്ചാൽ മന്ത്രിസഭ തീരുമാനം എടുത്ത് ആലോചിച്ച് കാര്യങ്ങൾ എന്തായാലും വ്യക്തമായിട്ട് ചെയ്യും. അതെന്താണെന്നുള്ളത് കമ്പനിയായിട്ട് അവർ ആലോചിച്ചിട്ട് വേണ്ട രീതിയിൽ അവർ കൈകാര്യം ചെയ്തോളും. ഒരു പൗരൻ എന്നുള്ള മുഖ്യമന്ത്രിനെ കുറിച്ച് നമുക്കൊരു അഭിപ്രായമില്ല. മാസപ്പടിയുടെ ആളല്ലേ. എനിക്ക് മുഖ്യമന്ത്രിക്ക് വിഷയം പറ്റില്ല. എനിക്ക് ആണോ? എനിക്ക് ഇച്ചിരി പരാതിയുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞു? മുഖ്യമന്ത്രിക്ക് ബർത്ത്ഡേ വിഷസ് നേരുന്നു. വേറെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് യുവാക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ. എന്നാ വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ജോലി തൊഴിലില്ലായ്മ നാട്ടിൽ പ്രശ്നമാണല്ലോ. അപ്പം നമുക്ക് ഓൾറെഡി ഞാൻ PSCയുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ആളാണ്. കഴിഞ്ഞ മാസം ലിസ്റ്റ് ക്യാൻസലായി പോയുണ്ട്, ആവശ്യത്തിന് നിയമനം നടത്താതെ. അതിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിലൊക്കെ ഞങ്ങൾക്ക് പരാതിയുണ്ട് ഭരണത്തിൽ. എന്നാലും മുഖ്യമന്ത്രിക്ക് നല്ലൊരു ജന്മദിനം നേരുന്നു. ഭരിക്കാൻ പറ. ഹാപ്പിയാണല്ലോ, പക്ക ഹാപ്പിയാണ്. ഹാപ്പി ബർത്ത്ഡേ ആണോ? പിന്നെ ഹാപ്പി ബർത്ത്ഡേ പുള്ളി കൊടുത്തേക്ക്. ഞാൻ പക്ക ഹാപ്പിയാണ്.